നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ രാജ്യം വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടികയിൽ ഇടം നേടിയ അഭിമാനകരമായി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ദിനമാണ്. ലോകത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഉപയോഗിക്കുന്ന അപൂർവം ചില 6 രാഷ്ട്രങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറി. കൽക്കരിയിൽ നിന്ന് തുടങ്ങി ഇലക്ട്രിസിറ്റിയും ഡീസലും ഒക്കെ നമ്മൾ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇന്നലെ ഹരിയാനയിലെ ജിന്ദിൽ നിന്നും പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത ട്രെയിൻ പൂർണ്ണമായും ഹൈഡ്രജനിലാണ് ഓടുന്നത്. ഒരു പാസഞ്ചർ ട്രെയിനാണ് ഓടിയത്. ഒരു 69 കിലോമീറ്റർ ദൂരത്തിൽ ഓടിയ ഒരു ട്രെയിനാണ്. ഹൈഡ്രജൻ ട്രെയിനിലൂടെ നമ്മൾ നേടുന്നത് ഈ പെട്രോളിയം ഉൽപ്പന്ന രാജ്യങ്ങളുടെ മേധാവിത്വത്തിനെതിരായിട്ടുള്ള ഒരു സമരം കൂടെയാണ്. നമ്മുടെ ശാസ്ത്രം ഇത്രയും വികസിച്ചെങ്കിലും നമ്മൾ ഹൈഡ്രജൻ ബോംബ് പോലെ നമ്മൾ ഉപയോഗിച്ചെങ്കിലും ഹൈഡ്രജൻ ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നതിനെതിരെ പെട്രോളിയം രാജ്യങ്ങളുടെ ഒരു ലോബി ആയിരക്കണക്കിന് ഡോളർ ചെലവാക്കി വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഹൈഡ്രജനെ ഇന്ധനമാക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് അവരുടെ ആവശ്യമാണ്. എന്നാൽ നമ്മുടെ പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നായ ഇന്ത്യക്ക് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ ട്രെയിനുകളിൽ രണ്ട് എൻജിൻ കോച്ചുകളുണ്ട് ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിക്കുന്ന, ബാക്കി 6 കോച്ചുകളുണ്ട്. അങ്ങനെ 8 കോച്ചുകൾ ചേർന്ന ഒരു ട്രെയിനാണ് ഇന്നലെ രാജ്യത്ത് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. ഇലക്ട്രിക്കലിൽ പോകുന്ന ബുള്ളറ്റ് ട്രെയിനുകളൊക്കെ ഉള്ള ഒരു രാജ്യമാണെങ്കിൽ പോലും ഹൈഡ്രജൻ ഫ്യൂവലിൻ്റെ ഒരു പ്രത്യേകത, പ്രകൃതിയിൽ നമുക്ക് ആവശ്യത്തിന് ലഭ്യമായിട്ടുള്ള ഹൈഡ്രജൻ ഉപയോഗിച്ച് നമ്മുടെ ഇന്ധന ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ള ഒരു നയമാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വർഷങ്ങളോളം ഇന്ത്യ ഇതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ അതിനകത്ത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നേട്ടം നമ്മൾ കൈവരിച്ചു കഴിഞ്ഞു. ലോകത്തെ ഹൈഡ്രജൻ ട്രെയിനുകളുള്ള 6 രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യയും മാറിക്കഴിഞ്ഞു. ഈ ഒരു അവസരം നമ്മൾ ഏവരും സന്തോഷത്തോടെ ആഘോഷിക്കേണ്ട ഒരു അവസരമാണ്. നന്ദി, നമസ്കാരം.